എല്ലാവർക്കും നമസ്കാരം. നാളെ ഏപ്രിൽ മാസം 1-ാം തീയതി. നാളെ മുതൽ വരുന്ന 9 ദിവസങ്ങൾക്കുള്ളിൽ ഇതിൽ പറയാൻ പോകുന്ന 7 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് നാളെയിലുള്ള പ്രതീക്ഷകളാണ്. ഒരുപക്ഷെ വരും നാളുകളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം പോലെ തന്നെ ലഭിച്ചില്ല എങ്കിൽ പോലും പ്രത്യാശ എന്ന ഒരു ഘടകം അതൊന്നു മാത്രമാണ് നമ്മളെ മുന്നോട്ട് ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിക്കുന്നത് ആരാണ് എന്ന് നോക്കുമ്പോൾ അതിന് കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരം ലഭിക്കുന്നത് ഈശ്വര പ്രാർത്ഥനയിലൂടെയും ശുഭാപ്തി വിശ്വാസത്തിലൂടെയും മാത്രമാണെന്നതാണ് ആ ഒരു പരമാർത്ഥം. അതുകൊണ്ട് തന്നെ ഈ ദൈവാനുഗ്രഹം ഏറ്റുവാങ്ങാൻ യോഗ്യതയുള്ള നിങ്ങളുടെ 12 ഭാവങ്ങളിൽ ഏറ്റവും പുണ്യമായ 9-ാം ഭാവത്തിലേക്ക് സൂര്യഭഗവാന്റെ ശുഭദൃഷ്ടി വരാൻ പോവുകയാണ്. ഇതിനെയാണ് നമ്മൾ ഭാഗ്യസ്ഥാനം എന്ന് വിളിക്കുന്നത്. അതായത് ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം ദൈവാനുഗ്രഹം അയാൾക്കുണ്ടാകുമെന്നും അതുപോലെ തന്നെ അയാൾ മുൻ ജന്മങ്ങളിൽ ചെയ്ത പുണ്യങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ എങ്ങനെ ആ വ്യക്തിക്ക് ലഭിക്കുമെന്നും തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ 9-ാം ഭാവമാണ്. ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ അപ്രതീക്ഷിത സംഭവങ്ങൾ ഇതൊരു പക്ഷേ നിങ്ങളുടെ മുൻകാല പ്രവർത്തികളുടെ പുണ്യഫലത്തിൻ്റെ ഭാഗമായി വന്നു ചേരുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരാംശം കൊണ്ട് നിങ്ങൾക്ക് സ്വയം വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങളും ആയിക്കൂടുന്നില്ല. എന്തായാലും ശരി, വളരെ ആകസ്മികമായ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് മുൻപിലേക്ക് അരങ്ങേറുന്നത്. വാസ്തവം പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനമില്ലേ, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയുള്ള ഈ ഒരു ദുരവസ്ഥ ദൈവം തന്നതെന്ന് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ ഇതിൽ പറയാൻ പോകുന്ന 7 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിൻ്റെ ഗതിവിഗതികൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൻ്റെ മുകളിൽ ഇത്രയും കാലം ഒരു നിഴൽ വിരിച്ച പോലെ അല്ലെങ്കിൽ ഒരു കറുത്ത പാട പോലെ നിന്നിരുന്ന ദുർഘടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള ഗ്രഹസഞ്ചാരങ്ങൾ നാളത്തെ സൂര്യോദയത്തോടു കൂടി വഴിമാറുകയാണ്. പറയാൻ കാരണം അല്പം മുമ്പ്, അതായത് രാവിലെ ഒരു ഏകദേശം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ഈ സമയം ഇവിടെ പ്രശ്നം വെച്ചപ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ പൂർവ്വപുണ്യഫലങ്ങളുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ആകസ്മിക സംഭവങ്ങൾ വരുന്ന 9 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതമാർഗമധ്യേ അരങ്ങേറുന്നതെന്നാണ് പ്രശ്നഫലപ്രകാരം കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വന്നു കയറിയ മഹാലക്ഷ്മിയെ അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മിയെ അത് നിങ്ങൾ തട്ടിക്കളയാതെ ആ ഭാഗ്യം മുഴുവനും കൈപ്പിടിയിലാക്കുക എന്നതാണ് നിങ്ങളുടെ മുൻപിലെ ഏറ്റവും ഉചിതമായ മാർഗം. ആ നിലയിലാണ് നിങ്ങളിവിടെ ഈ സംഭവ വികാസങ്ങളെ കാണേണ്ടത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വലിയ കടബാധ്യതകൾ കൊണ്ടും അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഒരുപക്ഷെ ജോലിസ്ഥലത്തെ കടുത്ത സമ്മർദ്ദം കൊണ്ടും ഒക്കെ നിങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ രീതിയിലുള്ള ധാരാളം ആളുകൾ തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ ഇനി എന്ത് എന്ന നിങ്ങളുടെ ചോദ്യത്തിന് കാലം കാത്തുവെച്ച മറുപടിയാണ് ഈ 7 നക്ഷത്രക്കാർക്ക് നിങ്ങൾക്കിനി വരാനിരിക്കുന്ന ആ ദിനങ്ങൾ. അങ്ങനെയാണ് ഇതിനെ നിങ്ങൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഓരോ ഫലങ്ങളും നിങ്ങളുടെ ജീവിതവുമായിട്ട് എത്രത്തോളം ഇഴചേർന്ന് കിടക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഒന്ന് വിലയിരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞത് അച്ചിട്ടാണെന്നുള്ളത് തീർച്ചയായും ബോധ്യമാകും. ഇനി നമുക്ക് ആ 7 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് സംഭവിക്കാൻ പോകുന്ന, അതായത് ആകസ്മികമായി അവരുടെ മുൻപിൽ വന്നു ചേരുന്ന ആ അത്ഭുത സംഭവങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. നമ്മുടെ പൂജാ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിച്ച ശേഷം നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് കടന്നു പോകാം. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, അതായത് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെയ്യിക്കുന്ന പൂജകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പൂജ, അതായത് ഏറ്റവും വലിയ വഴിപാട് ഉദയാസ്തമന പൂജയാണ്. ഇതിന് ഏകദേശം 1 ലക്ഷം രൂപയാണ് ക്ഷേത്രങ്ങളിലെ ചാർജ്. ഇതാണ് നമ്മളിവിടെ ഈ 15-ാം തീയതി, അതായത് 14-നും 15-നും ചെയ്യാൻ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പൂജയ്ക്ക് ഇത്രയും തുക വരുന്നതെന്ന് ചോദിച്ചാൽ ഇതിലാകെ 21 പൂജകളാണ്
ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് 21 പൂജകൾ അടങ്ങുന്ന ഒരു കൂട്ടമാണ് ഈ പറഞ്ഞ ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ തലേ ദിവസത്തെ അത്താഴ പൂജ മുതൽ ഉദയാസ്തമന പൂജ ചെയ്യുന്നത് എന്നാണോ അന്നത്തെ ആ ദിവസത്തെ അത്താഴ പൂജ വരെ. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളിവിടെ ഏപ്രിൽ 14 തീയതിയും വിഷുവിൻ്റെ അന്ന് 15 തീയതിയും ഈ പറഞ്ഞ ഉദയാസ്തമന പൂജ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്തേണ്ട ആളുകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലോ അല്ലെങ്കിൽ ഇതിനെ തുടർന്ന് വരുന്ന അടുത്ത വീഡിയോയിലോ നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നാൽ മതിയാകും. ഇനി നമുക്ക് വരുന്ന 9 ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന 7 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇതിലേറ്റവും ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന 9 ദിവസങ്ങൾ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ആകസ്മിക സംഭവങ്ങളുടെയും ചില സൂചനകൾ നിങ്ങളുടെ മുൻപിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ പറഞ്ഞ പോലെ വരുന്ന 9 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടത്തിൻ്റെ സമയമാണ് സംജാതമാകുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഏത് രീതിയിലും വരാം. അത് നോക്കിയിരുന്ന് അത് കൈക്കലാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ്. അതായത് വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടന്ന വസ്തു ഇടപാടുകൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കും. അതിലൂടെ വലിയൊരു തുക നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതായിരിക്കും. മാത്രവുമല്ല കുടുംബത്തിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ അത് ഉറപ്പായിട്ടും പരിഹരിക്കപ്പെടും. അതുപോലെ ചില സമാധാന അന്തരീക്ഷങ്ങൾ വീട്ടിൽ സംജാതമാകും. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും. അത് ഏത് എന്നുള്ളത് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം പോലെ ഇരിക്കും. ഇനി അടുത്ത രണ്ടാമത്തേത് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായ അംഗീകാരങ്ങൾ അതും പൊടുന്നനെ തന്നെ ലഭിക്കാൻ യോഗമുണ്ടായിത്തീരും. അതായത് നിങ്ങളുടെ ജോലിസ്ഥലത്ത് ചില അത്ഭുത സംഭവങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മാത്രവുമല്ല നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ വിദേശത്തേക്ക് ഒരു ജോലി വാഗ്ദാനമോ പെട്ടെന്നുണ്ടായേക്കാം. അതോടൊപ്പം തന്നെ പഴയകാല സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ വലിയൊരു സഹായം അല്ലെങ്കിൽ പാരിതോഷികമോ എന്തെങ്കിലും ഈ പറഞ്ഞ രണ്ടിൽ എന്തെങ്കിലും നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ ആ പ്രതിസന്ധിക്ക് പരിഹാരമെന്നോണം നിങ്ങളുടെ കയ്യിൽ വന്ന് പെടുന്നതായിരിക്കും. ഇനി അടുത്തത് മൂന്നാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ഈ 9 ദിവസങ്ങളിൽ ഭാഗ്യദേവതയുടെ കടാക്ഷം നേരിട്ട് അനുഭവപ്പെടുന്ന കാലമാണ് എന്നാണ് കാണുന്നത്. അതായത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ ഉറപ്പായിട്ട് മാറിക്കിട്ടും. ഒരുപക്ഷെ അതിനുള്ള പണമാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതെങ്കിൽ ആ പണം ഈ പറഞ്ഞ 9 ദിവസങ്ങൾക്കുള്ളിൽ അപ്രതീക്ഷിതമായി അത്ഭുതമെന്നോണം നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യാവസ്ഥയിൽ വളരെ വലിയ പുരോഗതി നിങ്ങൾക്കുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു രോഗത്തിന് അടിമയാണല്ലോ ഞാൻ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വലിയൊരു രോഗമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നത് അതിൽ ഡോക്ടറിൻ്റെ മറുപടി കേട്ട് നിങ്ങൾ ഞെട്ടിപ്പോകും. അതായത് യാതൊരുവിധ രോഗങ്ങളും നിങ്ങൾക്കില്ല എന്നുള്ളത് ടെസ്റ്റിൽ തെളിയുന്നതായിരിക്കും. ഇനി അടുത്തത് നാലാമത്തേത് ഉത്തര നക്ഷത്രം. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വീടാകാം അല്ലെങ്കിൽ വാഹനമാകാം. എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഈ പറഞ്ഞ 9 ദിവസങ്ങൾക്കുള്ളിൽ സ്വന്തമാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അത് സ്വന്തമാക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളായിരിക്കും തെളിഞ്ഞു വരുന്നത്. അതിനുശേഷം ഒരുപക്ഷെ 1 മാസം കഴിഞ്ഞായിരിക്കാം വാഹനം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഈ അപ്രതീക്ഷിതമായ ലോൺ സാങ്ഷൻ നിങ്ങൾക്ക് പാസ്സായി കിട്ടും. അതുകൂടാതെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ വിവാഹത്തിൻ്റെ കാര്യത്തിലോ നിലനിന്നിരുന്ന ആ ആശങ്കകളെല്ലാം ഈ പറഞ്ഞ 9 ദിവസങ്ങൾക്കുള്ളിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഗുണങ്ങളായിട്ട് മാറുന്നതായി കാണാൻ സാധിക്കും. ഇനി അടുത്തത് അഞ്ചാമത്തേത് വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്ന പണം തിരികെ ലഭിക്കാൻ അപൂർവങ്ങളായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നുപെടും. ആർക്കെങ്കിലും നിങ്ങൾ ഓൾറെഡി കടം നൽകിയ ആ പണം ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പെൻഷൻ പോലുള്ള ആ ഒരു വായ്പകൾ തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഈ സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി നിങ്ങളുടെ സുഹൃത്തായി മാറുകയും അതുവഴി നിങ്ങൾക്ക് ജീവിത ഉയർച്ചയും കാണുന്നുണ്ട്. ഇനി അടുത്തത് ആറാമത്തേത് അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രക്കാർക്ക് സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ വലിയ പുരോഗതിയും അംഗീകാരവും ലഭിക്കുന്ന ഒരു സമയമാണ്. അതായത് ഈ 9 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കലാപരമായതോ അല്ലെങ്കിൽ കായികപരമായിട്ടുള്ളതോ ഏതെങ്കിലും ഒരു കഴിവ് അത് സമൂഹം അംഗീകരിക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അംഗീകരിക്കപ്പെടും. അതുപോലെ തന്നെ ഈ ലോട്ടറി പോലുള്ള
വാതുവെപ്പുകളിൽ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിനായിരിക്കാം ഒരു പക്ഷേ ഒന്നാം സമ്മാനം ലഭിക്കുന്നത്. ഇനിയിപ്പോൾ ഇതും അല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കൾ നിങ്ങളുടെ പേരിൽ വന്നു ചേരാനുള്ള യോഗവും ഉണ്ടായിത്തീർന്നേക്കാം. ഇനി അടുത്ത 7-ാമത്തേത് അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇതൊരു ആത്മീയ ഉണർവിനും അതുപോലെ തന്നെ സൗഭാഗ്യങ്ങളുടെ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന 9 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ വലിയൊരു തീർത്ഥാടനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചേക്കാം. അതായത് നിങ്ങളുടെ ഏറെക്കാലമായിട്ടുള്ള ആ ഒരു സ്വപ്നം എന്ന നിലയിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചേക്കാം. അല്ലെങ്കിൽ വളരെ കാലമായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയായിരിക്കാം നിങ്ങളെ തേടി വരുന്നത്. മാത്രവുമല്ല ജീവിതത്തിൽ പുതിയൊരു ലക്ഷ്യം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ 9 ദിവസങ്ങളെന്നാണ് വ്യക്തമായി കാണുന്നത്. അതിനൊരു ഉപസംഹാരം എന്ന നിലയിൽ പറഞ്ഞാൽ മേൽപ്പറഞ്ഞ ഈ 7 നക്ഷത്രക്കാരും വരുന്ന 9 ദിവസങ്ങളിൽ നല്ല ഭഗവത് ചിന്തയോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം അത് ഇരട്ടിയാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അമിതമായ ഉത്കണ്ഠ ഉണ്ടെങ്കിൽ അത് വെടിഞ്ഞ് വരുന്ന സൗഭാഗ്യങ്ങളെ അത് ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.